ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. നഖങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഉലഞ്ഞ മലയാള ചലച്ചിത്ര ലോകം. ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിട്ട അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സ്ഥാനങ്ങൾ വിട്ടൊഴിഞ്ഞു. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ രണ്ട് വഴിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നുകിൽ കുനിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കിടന്നു കൊടുക്കുക. നല്ലവണ്ണം തുറക്കടാ. അങ്ങനെ എന്തോ ഇതുപോലെ എന്റെ ഗോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. ശരിക്കും ഓർച്ചോ. ഇതൊരു ഫ്യൂഡൽ സിസ്റ്റമാണെന്നും ഇതിനകത്ത് കിടന്നു കൊടുത്താലും കുനിഞ്ഞു കൊടുത്താലുമാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നറിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളാണ് സിനിമയിൽ പോകുന്നത് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അത്രയും വെളിവില്ലാത്ത ആളുകളല്ല. അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു.